നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളോട് പറഞ്ഞു സെല്ലിംഗ് പ്രൈസ് 248 ആണ്, ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചൂടെ? ഡിസ്കൗണ്ട്, അതായത് 100% ആണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ അതിൽ നിന്ന് 38% കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. സോ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസിന്റെ റുപ്പീസും തന്നിട്ടുണ്ട്. 248 രൂപ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ 100 - 38 എനിക്ക് എത്ര കിട്ടും? 62 കിട്ടും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 ആയിട്ടല്ലേ കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇവിടെ 2 ആണ്, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. 2നെ എന്ത് ചെയ്താലാണ് 8 കിട്ടുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 60നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 240, 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും ഇത് 4 ടൈംസ് പോകും. അങ്ങനെയാണെങ്കിൽ 4 × 100 മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? 400 രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കണ്ടീഷനിൽ നമുക്ക് മറ്റൊന്ന് പറയുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് ആയ 248 രൂപ എന്ന് പറയുന്നത് 20% നഷ്ടത്തിൽ വിൽക്കുന്നതാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് നമുക്ക് പറയാലോ. കാരണം ഇവിടെ സെല്ലിംഗ് പ്രൈസ് റുപ്പീസിൽ തന്നു 248, കോസ്റ്റ് പ്രൈസ് 100 രൂപയാണെങ്കിൽ ലോസ് അല്ലെ, കോസ്റ്റ് പ്രൈസിൽ നിന്ന് ലോസ് കുറച്ച് കഴിഞ്ഞാൽ CP - ലോസ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് അല്ലേ കിട്ടുക. അതായത് 100% നിന്നും 20% കുറയ്ക്കുമ്പോൾ 80% എന്ന് പറയുന്നത് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. സോ ഇവിടെ എനിക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 248 / 80. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്? 100 അല്ലേ. സോ ഇവിടെയും 0യും ഇവിടെ 0യും കട്ട് ചെയ്ത് പോകും. 28ൽ 8 3 തവണ, 8ൽ 8 1 തവണ, 31 × 10 310 രൂപ എന്ന് കിട്ടും. എന്റെ മാർക്കറ്റ് പ്രൈസ് 400 രൂപയും കോസ്റ്റ് പ്രൈസ് 310 രൂപയാണെങ്കിൽ ഇത് തമ്മിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90.